സ്വാതി, എനിക്ക് ഒരു സംശയമുണ്ട്. അത് നിങ്ങൾ എനിക്ക് തീർത്താനോ. എന്താണെന്നാണ് എൻ്റെ സംശയം? ഞാൻ ചെറിയ കുട്ടിയാണോ അല്ലെങ്കിൽ വലിയ കുട്ടിയാണോ എന്ന്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും പറയും ഇത് ചെറിയ കുട്ടിയാണെന്ന്, അല്ലെങ്കിൽ പറയും ഇത് വലിയ കുട്ടിയാണെന്ന്. ഇവരുണ്ടല്ലോ ഓരോ ദിവസം ഓരോന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ വന്ന് പറയാം, പോത്ത് പോലെ വലുപ്പം വെച്ച് എന്നിട്ടും കാർട്ടൂൺ കണ്ട് കുത്തിയിരിക്കുകയാണ് എന്ന്. ഞാൻ ദേഷ്യം പിടിച്ച് TV ഓഫാക്കി. എന്നിട്ടില്ലേ അമ്മ മല്ല അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛനോട് ഓരോ കുശു പറയണേ ഞാൻ ഇത്തിരി കേട്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ രണ്ടാളിപ്പോൾ എന്ത് സ്വകാര്യമാണ് പറഞ്ഞത്, എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റാണോ പറഞ്ഞു വെച്ചു. അപ്പം അച്ഛൻ പറയാ, അതൊന്നും എനിക്ക് അറിയാനായില്ല, ഇത് ചെറിയ കുട്ടിയാണെന്ന്. ഇവരാവശ്യം വരുമ്പോഴല്ല ഈ ഡബർ ബാൻഡിനെ വലിക്കാൻ മാതിരി വലിച്ചു വെക്കും. ആവശ്യം കഴിഞ്ഞാല റാറ്റ വിടല. എന്തായാലേ മഞ്ചേന്റെ ഇവര് സ്വഭാവം. ഓന്ത് നിറം മാറണ പോലെ പെട്ടെന്നാണ് ഇവര് രണ്ടാളും നിറം മാറുക. പിന്നെ നസീറങ്ങളെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെ ഇവിടെ രണ്ടാളും മാത്താറിനാ മതി, വേറോട് പറയട്ടെ. ഒരു സെന്റ് അച്ചിച്ചനെ വീട്ടിലേക്ക് വന്നിനാ വന്നപ്പോ വലിയൊരു പൊതിയായിട്ടാ വന്നത്. ഈ പൊതിയായിട്ട് അച്ചിച്ചൻ വീട്ടിലേക്ക് വരുമ്പോഴാ ഞാൻ വടിമാരി വരിക. പോകുമ്പോഴോ ആടിയിട്ടാ പോവാ. എന്നിട്ടില്ലേ ഈ പൊതിയായിട്ട് അച്ഛനും അച്ഛനും ടെറസിന്റെ മേലേക്ക് പോയി. ഞാനേ ഈ സാധനം എന്താന്ന് അറിയില്ല, ഞാനും ഒരു ബാക്കിൽ പോയി. എന്തോ ഒരു കട്ടൻ ചായ മാറ്റം എന്തോ ഒരു വെള്ളം ക്ലാസ്സിൽ വെച്ചും കണ്ട് രണ്ട് കയ്യിലും വെച്ചിട്ടില്ലേ, എന്തോന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്കറിയില്ല. അടി. ഞാൻ വിചാരിച്ചേ ക്ലാസ് പൊട്ടിപ്പോയെന്ന്. ഞാനത് കണ്ടോണ്ട് നിൽക്കുമ്പോ എന്റെ അച്ഛനെ കണ്ടു. എന്റെ അച്ഛൻ പറയാം, ചെറിയ കുട്ടിയാണ്, ഇതൊന്നും കാണാൻ പറ്റില്ല, താഴോട്ട് പോയിക്കോന്ന്. ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോളേ എന്നെ വിളിക്കുക, മോളെ ജഗ്ഗിലെത്തി വെള്ളം എടുത്തോണ്ടേന്ന്. ഞാൻ പറഞ്ഞ അച്ചിച്ച ഞാൻ ചെറിയ കുട്ടിയാണ്, ഇതൊന്നും കാണാൻ പറ്റുമോ പറഞ്ഞു. അപ്പൊ അച്ചിച്ചൻ പറയാം, ഓരോന്ന് സോപ്പിട്ടിട്ട്, ആരെ പറഞ്ഞു ചെറിയ കുട്ടിയാണെന്ന്, ഇത് വലിയ കുട്ടിയാണ്. അതിനെ കണ്ടില്ലേ ബമ്പച്ചിയിലൊക്കെ പോയിട്ട് പരിപാടി ചെയ്തത്. ഇനി അടുത്ത പരിപാടി എപ്പോഴാണ് TV-യിലാണ് അച്ഛൻ. ഞാൻ പറഞ്ഞു അച്ചിച്ച സ്കിറ്റ് കിട്ടിയിട്ടില്ല, അത് കിട്ടിയാലും ഞാൻ അവിടെ പോവാൻ കഴിയുകയാണെന്ന്. അപ്പൊ അച്ചിച്ചനോട് പറയാം, എല്ലടി ഞങ്ങൾക്കൊക്കെ കിറ്റ് കിട്ടിയല്ലോ, അനക്ക് മാത്രം എന്താ കിറ്റ് കിട്ടാത്തത്? എന്നാലേ അച്ഛന് വേഗം റേഷൻ കടയിലേക്ക് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ കിറ്റ് തീർന്നു പോകുന്നു. ഇതൊക്കെ ഇല്ലേ താഴത്തുനിന്ന് എൻ്റെ അമ്മ കേൾക്കണ്ടേ. അമ്മ പറയാം, ഓൾക്ക് ഇനി കിറ്റ് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യോ, ഓള് ചെറിയ കുട്ടിയല്ലേ, ഓൾക്ക് ബമ്പർ അടിക്കുമെന്ന്. എനിക്ക് ഭയങ്കര വാശിയായിട്ടോ മഞ്ചേണ്ടിയാ. ഞാൻ പറഞ്ഞ അച്ചിച്ചനോട്, അച്ചിച്ച ഞാൻ ഇങ്ങോട്ട് ബമ്പർ അടിച്ചിട്ട് അങ്ങോട്ട് വരുള്ളൂ പറഞ്ഞു. നസീർക്ക ഒരു ഷോയിൽ 5000 ഉറുപ്പ്യ ആണെങ്കിൽ 10 ഷോ ചെയ്താ ബമ്പറായില്ലേ, എനിക്കത് മതി. അതിനെ നിങ്ങൾ 3 ആളൊന്ന് വിചാരിക്കാം, എന്നാലേക്ക് ബമ്പർ അടിക്കുള്ളൂ. നസീർക്ക നിങ്ങൾ ഉള്ളിൽ ചിരിക്കണതേ ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങളെ പുറത്തേക്ക് ചിരിച്ചൂടി, ചിരിക്കങ്ങോട്ട് അടിക്ക് നസീർക്ക, അടിക്ക് സാബുങ്ങളെ. സാബുങ്ങൾ ചിരിക്കി നിങ്ങൾ ചിരിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിരിച്ചോളി സാബുങ്ങളെ. അങ്ങനല്ല, ഞാനും അച്ഛനും അമ്മയും കൂടെ ഇവിടേക്ക് എറണാകുളത്തേക്ക് ട്രെയിൻ കയറിട്ടോ. ഒരു ഷൊർണൂരൊക്കെ എത്താൻ നേരത്തെ എൻ്റെ അച്ഛല്ലേ എന്നെ മടിയിൽ കെട്ടിട്ടോ. എന്നിട്ട് പറയാം, ഓ കുഞ്ഞി വാവ ഇറങ്ങിക്കോന്നൊക്കെ പറഞ്ഞ്. ഞാൻ വിചാരിച്ചോ അച്ഛനോട് ഭയങ്കര സ്നേഹല്ലേ, അതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പിന്നെല്ല സംഭവം മനസ്സിലായത്, TTR വന്നിട്ടേ അച്ഛനോട് ടിക്കറ്റ് തരിച്ച്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓള് ചെറിയ കുട്ടിയാണ്, ഓൾക്ക് 5 വയസ്സായിട്ടുള്ളൂ എന്ന്. അപ്പളേ ഞാനിക്ക് അത് തീരെ സ്റ്റൈല. ഞാൻ ചാടി കയറി വന്ന്, ഞാനേ ചെറിയ കുട്ടിയൊന്നല്ല, ഞാൻ വലിയ കുട്ടിയാണ്, എനിക്ക് 9 വയസ്സായെന്ന് പറഞ്ഞു. അപ്പളേ കള്ളം പറഞ്ഞതിനെ കൊണ്ടേ TTR അച്ഛനും അമ്മയും പിടിച്ചേച്ചി. ഞാൻ പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും പാവാണ്, വിട്ടേക്ക് ഞാൻ പറഞ്ഞു. അപ്പളാ TTR പറയാം, കൊച്ചുകുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടാളെയും വെറുതെ വിട്ടത്. അപ്പോഴേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഞാന് വലിയ കുട്ടിയെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ സാബുങ്ങളെ, അല്ലേ? ഞാൻ ചെറിയ വലിയ കുട്ടിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് TTR അച്ഛനും അമ്മനും പിടിച്ചേ. നീ TTR പറയാ ഈ കൊച്ചു കുട്ടീന്ന്. എനിക്കില്ലേ ആരും വിശ്വാസമില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറയും ഞാൻ ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ?